ഒരു മനോഭാവമാണ്, മാനസികാവസ്ഥയാണ്. ഇങ്ങനെ സ്ത്രീകളെ ശരീരം സൂം ചെയ്തെടുക്കുക, മുഖം പോലും ഇല്ലാതെ എൻ്റെ ബോഡി സൂം ചെയ്തെടുത്തത് കൂടെ ഉണ്ടായിരുന്നവർ കണ്ട് അവരന്നേരം അപ്പോൾ എന്നോട് പറഞ്ഞില്ല. കണ്ടപ്പോൾ തന്നെ അവർ ചോദ്യം ചെയ്തു, അതെന്തിനാ അങ്ങനെ എടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അത് മാറ്റിയത്, അത് മാറി എന്നാണ് നമ്മൾ കരുതിയത്, അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാകും എന്നാണ് കരുതിയത്. പക്ഷേ ആ ആൾ അത് പോസ്റ്റ് ചെയ്ത് നമ്മുടെ ആളുകൾ കണ്ടു. അങ്ങനെയാണത് വിഷയമായത്. ഞാനത് സൂചിപ്പിച്ചത് നമ്മുടെ സമൂഹത്തിലുള്ള കുറച്ചെങ്കിലും, എല്ലാവരും അങ്ങനെയൊന്നുമല്ല, കുറച്ചെങ്കിലും ആളുകളുടെ തെറ്റായ മനോഭാവം, സ്ത്രീകളോടുള്ള സമീപനം, മോശപ്പെട്ട രീതിയിൽ സ്ത്രീകളെ ചിത്രീകരിക്കുന്നതിനുള്ള താല്പര്യം, അത് ശരിയല്ല എന്ന് സൂചിപ്പിക്കാനാണ് ആ അനുഭവം വെളിപ്പെടുത്തിയത്, മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. തീർച്ചയായും അത് പെട്ടെന്ന് അതിനെ ഡിലീറ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് അത് ഹാംഫുൾ ആയതൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ കേസോ കാര്യത്തിന് പോകേണ്ടക്ക കാര്യമല്ല എന്ന് എനിക്ക് തോന്നിയത്. കേരളത്തിലെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയാണെന്ന് മീഡിയ വണ്ണിനോടൊപ്പം ചേരുന്നത്. ഇന്നലെ മന്ത്രി നടത്തിയൊരു പ്രസ്താവന എന്ന് വെച്ചാൽ, പ്രസ്താവനയല്ല, ഒരു അനുഭവം തുറന്നു പറഞ്ഞ വലിയൊരു വിവാദം അല്ലെങ്കിൽ വലിയൊരു ചർച്ചയായിട്ടുണ്ട്. കൊല്ലത്തൊരു സ്കൂളിൽ വെച്ചുണ്ടായ ഒരു അനുഭവം പൊതുവെ എല്ലാ സ്ത്രീകളും അനുഭവിച്ച, അല്ലെങ്കിൽ എല്ലാ സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടിയിരുന്ന കാര്യമാണ് ബസ്സിൽ അല്ലെങ്കിൽ പൊതുയിടത്തിൽ ഉൾപ്പെടെ. മന്ത്രിയായിരുന്നിട്ടും ഉണ്ടായ ഒരു അനുഭവം ഇന്നലെ തുറന്നു പറഞ്ഞു, അത് വലിയ വാർത്തയായി. ഇതിൽ എന്താണ് മന്ത്രിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇന്നലെ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരുമായി സംവദിക്കുന്നതിനിടയിൽ സ്ത്രീകൾക്കെതിരെയുള്ള സൈബർ അറ്റാക്കിനെതിരായി ആ കാര്യവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നപ്പോഴാണ് ഞാനത് വിശദീകരിച്ചത്. ഒരു മനോഭാവമാണ്, മാനസികാവസ്ഥയാണ്. ഇങ്ങനെ സ്ത്രീകളെ ശരീരം സൂം ചെയ്തെടുക്കുക, മുഖം പോലും ഇല്ലാതെ എൻ്റെ ബോഡി സൂം ചെയ്തെടുത്തത് കൂടെ ഉണ്ടായിരുന്നവർ കണ്ട് അവരന്നേരം അപ്പോൾ എന്നോട് പറഞ്ഞില്ല. കണ്ടപ്പോൾ തന്നെ അവർ ചോദ്യം ചെയ്തു, അതെന്തിനാ അങ്ങനെ എടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അത് മാറ്റിയത്, അത് മാറി എന്നാണ് നമ്മൾ കരുതിയത്, അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാകും എന്നാണ് കരുതിയത്. പക്ഷേ ആ ആൾ അത് പോസ്റ്റ് ചെയ്ത് നമ്മുടെ ആളുകൾ കണ്ടു. അങ്ങനെയാണത് വിഷയമായത്. ഞാനത് സൂചിപ്പിച്ചത് നമ്മുടെ സമൂഹത്തിലുള്ള കുറച്ചെങ്കിലും, എല്ലാവരും അങ്ങനെയൊന്നുമല്ല, കുറച്ചെങ്കിലും ആളുകളുടെ തെറ്റായ മനോഭാവം, സ്ത്രീകളോടുള്ള സമീപനം, മോശപ്പെട്ട രീതിയിൽ സ്ത്രീകളെ ചിത്രീകരിക്കുന്നതിനുള്ള താല്പര്യം, അത് ശരിയല്ല എന്ന് സൂചിപ്പിക്കാനാണ് ആ അനുഭവം വെളിപ്പെടുത്തിയത്, മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. തീർച്ചയായും അത് പെട്ടെന്ന് അതിനെ ഡിലീറ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് അത് ഹാംഫുൾ ആയതൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ കേസോ കാര്യത്തിന് പോകേണ്ടക്ക കാര്യമല്ല എന്ന് എനിക്ക് തോന്നിയത്. എന്ത് തന്നെയായാലും ഇത്തരത്തിൽ സ്ത്രീകളോടുള്ള സമീപനം, തെറ്റായ സമീപനം തിരുത്തപ്പെടേണ്ടതാണ്. അതാരിൽ നിന്നായാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതോടൊപ്പം സ്ത്രീകൾക്കെതിരെയുള്ള സൈബർ അറ്റാക്കിനെ സർക്കാർ ഗൗരവമായി കാണുകയാണ്. ഇപ്പോൾ ഓൺലൈൻ മീഡിയയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉൾപ്പെടെ നടിമാര് തുറന്നു പറയുകയുണ്ടായി. എന്ന് വെച്ചാൽ ഓൺലൈൻ മീഡിയയുടെ ക്യാമറ ആംഗിളുടെ പ്രശ്നം. ഇപ്പൊ സലീംകുമാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മളത് കണ്ടു. ഇപ്പൊ ഇവരെ നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ ഈ ഓൺലൈൻ മീഡിയകളെ നിയന്ത്രിക്കുന്നതിലോ മറ്റു തരത്തിലോ നിയമമോ അല്ലെങ്കിൽ അതിനനുബന്ധിച്ചും മറ്റു കാര്യങ്ങളോ സർക്കാർ ആലോചിക്കുന്നുണ്ടോ? തീർച്ചയായും അതൊരു വലിയ, ഇന്നത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രശ്നമായ ആ ഭാഗം, ഓൺലൈൻ മീഡിയാസ് കുഴപ്പമുണ്ടെന്നല്ല, അവർ ചിലരിൽ പ്രവർത്തന രീതി, അത് തീർച്ചയായും സമൂഹത്തിനെതിരായിട്ടുള്ളൊരു നിലപാടാണ്. അതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഗൗരവമായി ആലോചിക്കും. ഇതും ഇപ്പൊ തൊഴിൽ വകുപ്പുകളുണ്ട്, സ്ത്രീയുമായിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇപ്പൊ ഈ എല്ലാ വകുപ്പുകളുടെയും ഒരു ഏകോപിപ്പിച്ചുകൊണ്ട് ഈ സ്ത്രീ തൊഴിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ മന്ത്രി ചുമതല ഏറ്റെടുത്തതിന് ശേഷം തന്നെ പല വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ചെറിയ കാലത്തിൽ തന്നെ ഇത്രയും പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു സ്ത്രീ ചുമതലയ്ക്ക് വരുമ്പോൾ വിമർശനം കുറെ കൂടും. കാരണം നമ്മളൊരു സമൂഹം അങ്ങനെയാണ്. അപ്പം മന്ത്രി എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഞാൻ അതിൽ ഏത് വിമർശനത്തെ ആയാലും ക്രിയാത്മകമായി കാണുവാൻ ആഗ്രഹിക്കുന്നു. ആ വിമർശനങ്ങളിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ട് എങ്കിൽ, അതായത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന്, എൻ്റെ ഭാഗത്തുനിന്ന് തിരുത്തൽ ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കും. അങ്ങനൊന്നുമില്ലെങ്കിൽ അത് അവഗണിക്കുകയാണ് പതിവ്.